അതല്ല, ഞാൻ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഈ രാജ്യത്തെ ജനങ്ങൾ മതത്തിനും ജാതിക്കും വിഭാഗീയതക്കും അതീതമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഒരുമിക്കുന്നു എന്നുള്ള വലിയൊരു രാഷ്ട്രീയം ഈ പ്രതിഷേധത്തിന്റെ പുറകിലുണ്ട്. ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞു, 1950 മുതൽ ലേ നിവാസികൾ ബുദ്ധിസ്റ്റുകളാണല്ലോ, അവര് പ്രത്യേക ടെറിട്ടറിക്ക് വേണ്ടി അവകാശപ്പെടുന്നു. പക്ഷെ അന്നൊക്കെ കാർഗിലുകാർ എതിർക്കുന്നു. അവസാനം ഇവിടെ പ്രത്യേക ടെറിട്ടറി ആയപ്പോ ലേക്കാരൊക്കെ ആഹ്ലാദം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് അവർ തിരിച്ചറിയുകയാണ് തങ്ങളൊക്കെ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, തങ്ങളൊക്കെ കുരുക്കിനകത്തകപ്പെട്ടിരിക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലായി. അതിന്റെ ഭാഗമായിട്ട് എല്ലാ വ്യത്യസ്തതകളെയും മറന്നുകൊണ്ട് ആളുകൾ ഒരുമിച്ച് നടത്തുന്ന അവരുടെ പ്രാഥമിക അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള, അവരുടെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള, അവരുടെ ഫ്രാഗൈൽ എക്കോളജിയെ നിലനിർത്താൻ ആവശ്യമായ ഒരു സമരമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും അത് വഴി വിട്ട് അക്രമത്തിലേക്ക് പോകുന്നതിനെ നമുക്ക് അനുകൂലിക്കുക സാധ്യമല്ല. സമാധാനപരമായ ജനാധിപത്യപരമായ സമരം തീർച്ചയായിട്ടും നമുക്ക് പിന്തുണക്കാതെ നിർവാഹമില്ല. പക്ഷെ അക്രമങ്ങളെ പിന്തുണക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഞാനിവിടെ ഇങ്ങനെ ഇത് പറയുമ്പോൾ, ഇതിന്റെ ഒരു പൊളിറ്റിക്സ് പറയുമ്പോൾ അജിംസ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് കൃത്യമായിട്ട് നമ്മുടെ ഈ പ്രാദേശിക ഇടങ്ങളെയൊക്കെ BJPയുടെ മറവില് കോർപ്പറേറ്റുകൾ വന്ന് ചൂഷണം ചെയ്യുന്നതിന്റെ വലിയൊരു പ്രതിഷേധമാണ് ആളുകളെ എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായിട്ട് ഐക്യപ്പെടുത്തിയത് എന്ന് BJPക്കാർ തന്നെ ആദ്യം ഒന്ന് ചിന്തിക്കണം. അവിടേക്ക് വരുന്ന അദാനി പിന്നെ ഗ്രീൻസ് വരുന്നു, അദാനി ലോജിസ്റ്റിക്സ് വരുന്നു, അതുപോലെ തന്നെ പവർ ഗ്രിഡ് വരുന്നു, അതുപോലെ തന്നെ ഓയിൽ ആൻഡ് നാച്ചുറൽ പവർ ഗ്യാസ് കോർപ്പറേഷൻ വരുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പബ്ലിക് സെക്ടർ കമ്പനികളും സ്വകാര്യ കമ്പനികളും അവിടുത്തെ ടൂറിസം രംഗം കൈകാര്യം ചെയ്യാൻ വരികയും അവിടെ ഗതാഗത വിനിമയങ്ങളുടെ നിയന്ത്രണം നിർവഹിക്കുകയും അവിടുത്തെ കൃഷിയെ സമ്പൂർണമായിട്ട് കൈയാളുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ നാട്ടുകാരൊക്കെ അവിടെ കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ട ഗതികേടിലാണുള്ളത്. ഇത്തരത്തിലുള്ള വലിയൊരു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയതിന് സമാനമായൊരു ചൂഷണമാണ് ഇന്ന് കശ്മീരുകാർ ഉടനീളം അനുഭവിക്കുന്നത്. അതിനു മുന്നിൽ അവർക്ക് മതവും ജാതിയും രാഷ്ട്രീയ വിഭാഗീയതകളുമില്ല. എല്ലാത്തിനും അതീതമായിട്ട് അവർ നടത്തുന്ന ഒരു വലിയൊരു അവകാശ സംരക്ഷണ പോരാട്ടമാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ മണ്ണ് സംരക്ഷിക്കാനുള്ളതാണ്, പ്രകൃതി സംരക്ഷിക്കാനുള്ളതാണ്, അവരുടെ ഭാവി തലമുറയുടെ നിലനിൽപ്പിനെ സംരക്ഷിക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും ആ സമരത്തെ വളരെ പ്രതീക്ഷയോടെ കൂടിയും വളരെ ഒരു രാഷ്ട്രീയ മുന്നേറ്റം എന്ന രീതിയിൽ തന്നെയാണ് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് സമീപിക്കാൻ കഴിയുക. എന്നാൽ അത് അക്രമങ്ങളിലേക്കും മറ്റ് വിധ്വംസക തലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ പിറകെ നിൽക്കാനും സാധിക്കില്ല. പക്ഷെ നിലവിൽ അവിടെ നടക്കുന്നത് ഒരു ജനാധിപത്യ സംരക്ഷണ പോരാട്ടമാണ്. അവിടെ അതിന്റെ പേരിലൊക്കെ അറസ്റ്റിലാകുന്ന ആളുകളെയൊക്കെ ഇവിടെ രാജ്യസുരക്ഷാ നിയമപ്രകാരമൊക്കെയാണ് ഇവർ കസ്റ്റഡിയിലെടുത്ത് അകത്തിടുന്നത്. വാങ്ചോക്ക് അടക്കമുള്ള ആളുകൾ, അദ്ദേഹം മെക്സാസെ അവാർഡ് നേടിയ ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു സാമൂഹിക വിദ്യാഭ്യാസ പരിസ്ഥിതി മുന്നേറ്റത്തിന്റെ ഒരു മുൻനിര പോരാളിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലെ ഒരാളോട് ഇത്തരത്തിൽ രാജ്യസുരക്ഷാ നിയമമൊക്കെ പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കാലാകാലങ്ങൾക്ക് ജയിലടക്കുകയും ചെയ്യാനുള്ള ഒരു കാര്യം കൂടിയാണ് കേജ്രിവാളിന് കിട്ടിയിട്ടുണ്ട് മാക്സസ്. അല്ല, ഇവിടെ ഏത് അവാർഡ് കിട്ടിയാലും ഈ മെക്സസെ അവാർഡൊക്കെ പിന്നെ ഏതായാലും മോദി ഭരണകൂടം അധികാരത്തിൽ വരുന്നത് വരെ വലിയൊരു സാമൂഹിക അംഗീകാരത്തിന്റെയും പ്രാഗൽഭ്യത്തിന്റെയും ഒക്കെ അളവുകോലായിട്ട് തന്നെയാണ് നമ്മൾ പരിഗണിച്ചു പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മെക്സസെ അവാർഡ് എന്ന് ഞാനിവിടെ പരാമർശിക്കാൻ കാരണം. BJPയെ സംബന്ധിച്ചിടത്തോളം ആ അവാർഡിനോടും അത് നൽകുന്ന സിസ്റ്റത്തോടും അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടൊക്കെ എന്താണ് അവരുടെ നിലപാട് എന്നുള്ളത് അത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. ഏതായാലും ഇവിടെ ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു യശസ്സിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇന്ത്യ ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. പഴയ കാലങ്ങളിൽ പല വിദേശ രാജ്യങ്ങളിലുമുള്ള ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരായിട്ട് ഭരണകൂടങ്ങളുടെ എക്സസ് ആയ അധികാര വിനിയോഗത്തിന്റെ വിവിധങ്ങളായ സംഭവങ്ങളിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തുന്ന, ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ള, പ്രതിഷേധം അറിയിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യ രാജ്യത്താണ് ഇത്തരത്തിലൊക്കെ അന്താരാഷ്ട്ര മാനങ്ങളുള്ള വ്യക്തികൾ വരെ, വലിയ സാമൂഹിക അംഗീകാരം ലോകമെങ്ങുമുള്ള ആളുകൾ വരെ
സ്വന്തം ഇൻഡിജിനസ് ആയ പ്രത്യേകതകളുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു പോരാട്ടം നടത്തുമ്പോൾ അവരെയൊക്കെ രാജ്യസുരക്ഷാ നിയമമൊക്കെ വെച്ച് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊക്കെ BJP നോക്കൂ നൗഷാദ്, ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് സോനം വാങ്ചുക്ക് അവിടെ സമരം ചെയ്യുന്നുണ്ട്. അദ്ദേഹം നിരാഹാര സമരത്തിലാണ്. അദ്ദേഹം ഒരിക്കലും ഒരു വയലന്റ് പ്രൊട്ടസ്റ്റിന് ആഹ്വാനം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ വളരെ പെട്ടെന്ന് ബുധനാഴ്ച ഈ ഒരു അക്രമ സമരം പൊട്ടിപ്പുറപ്പെടുന്നു. അതിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്നാണ് ഷാബു ആരോപിക്കുന്നത്. കാരണം സോനം വാങ്ചുക്ക് അങ്ങനെ ഒരു സമരത്തിന് പ്രൊട്ടസ്റ്റിന് ആഹ്വാനം ചെയ്തിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ NGOയുടെ FCRA ലൈസൻസ് കട്ട് ചെയ്തതൊക്കെ മറ്റ് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തെ ലഡാക്കിൽ നിന്ന് മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് ഇത് ആഗ്രഹമുണ്ട്, ആ സമരം വയലന്റ് ആവണം എന്ന ആഗ്രഹമുണ്ട്. അതിനെന്തോ തെളിവ് കാണിക്കുന്നുണ്ട്. ആരോ ഹൈഡ്രജൻ ബോംബൊക്കെ ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെയാണ് ഷാബു പ്രസാദ് പറയുന്നത്.